Welcome to Eastern Madhuram Payasarani, powered by Muthoot Finance and Ramraj Dhotis Shirts and Vest, in association with Swayamvara Silks, Indira Dairy and Anthems. അങ്ങനെ നമ്മുടെ ഓണക്കാലം വളരെയധികം ആഘോഷമാക്കാനായിട്ട് പായസറാണി മത്സരം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മറ്റൊരു എപ്പിസോഡിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ്. ഓണക്കാലം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലേ? പായസം മാത്രമല്ല, പുത്തൻ ഉടുപ്പ് ഓർമ്മ വരും. നല്ല നല്ല എന്താ പറയേണ്ടത്, നല്ല അനുഭവങ്ങളാണ്. നാട്ടുമ്പുറങ്ങളിലുള്ള തറവാടുകളുള്ളവർക്കൊക്കെ പല ഓർമ്മകളുണ്ടാവും. ഇപ്പോൾ പ്രവാസികളായിട്ട് ജീവിക്കുന്നവർക്ക് പോലും ഓണമെന്ന് പറഞ്ഞാൽ അവർ ഏത് നാട്ടിലാണെങ്കിലും ആഘോഷിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെല്ലാവരെയും ഓർത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പായസ മത്സരം ഇവിടെ നടത്തുന്നത്. അപ്പോൾ എന്നോടൊപ്പം ഈ പായസ മത്സരത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രസിദ്ധനായ സിനിമാ താരം ശ്രീ കൃഷ്ണയുണ്ട്. അദ്ദേഹത്തിനെ വീണ്ടും സ്വാഗതം ചെയ്യാം. ഹായ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മത്സരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ചേച്ചി, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. സത്യം, നമുക്ക് ടോട്ടലി നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ആരെ തിരഞ്ഞെടുക്കണം, എങ്ങനെ തിരഞ്ഞെടുക്കണം. വെരി ടഫ്. അതും ഒരു റിപ്പീറ്റേഷനും ഇല്ല, എല്ലാം സൂപ്പറായി. സൂപ്പർ. എല്ലാവരും ഭയങ്കര ഇന്നോവേറ്റീവ്, വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണം. സത്യം പറഞ്ഞാൽ ഞാനും ഭയങ്കര കൺഫ്യൂസ്ഡ്. നമ്മൾ രണ്ട് എനിക്കറിയില്ല എന്താണത്, പക്ഷേ കിട്ടാതെ പോകുമ്പോഴേ എനിക്കൊരു വിഷമം തോന്നുന്നുണ്ട് എല്ലാവർക്കും. അത് ആദ്യമേ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കോമ്പറ്റീഷൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ജസ്റ്റ് നമ്മൾ വന്ന് പോകുന്നു, ഇതൊരു പാർട്ടിസിപ്പേഷൻ എന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും നമ്മുടെ മത്സരാർത്ഥികളെ വിളിച്ചാലോ? ഓക്കെ, അടുത്ത 6 പേര് ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്, വിളിക്കാം. നമ്മുടെ 6 കണ്ടസ്റ്റൻസ് മുന്നോട്ട് വരുന്നു. ഓക്കെ, ഹലോ ഹലോ. സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും കയറുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ തേർഡ് ഗ്രൂപ്പ്, പ്രിലിമിനറിയുടെ തേർഡ് ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങളാണ് ഇന്ന് മത്സരിക്കുന്നത് 6 പേരും. 6 കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. അതെ 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 അതെ, ഒരു രക്ഷയില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇതിൽ നിന്നും 3 ആൾക്കാരായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് വരുന്നത്. നിങ്ങളുടെ സ്വന്തം റെസിപ്പിയാണ് നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇന്നോവേറ്റീവ്, ടേസ്റ്റി, അടിപൊളിയായിട്ട് ചെയ്യുക. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് റസിയ. ഞാൻ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. വീട്ടമ്മയാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് പായസം ചെറുപരിപ്പ് പാൽച്ചേമ്പ് തണ്ട് പായസമാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: പാൽച്ചേമ്പ് തണ്ട് ചെറുതായി അരിഞ്ഞത്, ചെറുപരിപ്പ്, അണ്ടിപ്പരിപ്പ്, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, ചുക്കുപൊടി, കുറച്ച് ഉപ്പ്, നെയ്യ്, തേങ്ങാപ്പാൽ, 1-ാം പാൽ, 2-ാം പാൽ, ശർക്കരപ്പാനി. റസിയ ഫ്രം മലപ്പുറം. പെരിന്തൽമണ്ണയാണ് അല്ലേ പ്രോപ്പറായിട്ട്? അങ്ങാടിപ്പുറം ആ ഭാഗത്തൊക്കെയാണ്. പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൻ്റെ തൊട്ട്. വളരെയധികം തയ്യാറെടുപ്പോട് കൂടി വന്നിരിക്കുവാണ്. അതെ, ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ വീട്ടിലുണ്ടാക്കി എല്ലാവരും അഭിപ്രായം പറയുന്നില്ല. ചെറുപയർ പരിപ്പ് പാൽച്ചേമ്പ് തണ്ട് പായസം. പാൽച്ചേമ്പ് തണ്ട് താളെന്ന് പറയുന്നത്. താള് കൊണ്ട് പായസം ഉണ്ടാക്കി നമ്മൾ കഴിച്ചിട്ടില്ല, ഉണ്ടോ? ഇല്ല, പക്ഷെ നല്ല കാര്യമാണ് അല്ലേ? അതിൻ്റെ കൂടെ ചെറുപരിപ്പും കൂടി മിക്സ് ചെയ്ത് ചേർത്ത്. തേങ്ങാപ്പാല്, ശർക്കരയാണ് മധുരം. ഓക്കെ, അപ്പോൾ നല്ല തയ്യാറെടുപ്പോട് വന്നിരിക്കുകയാണ് മത്സരിക്കാൻ. അപ്പോൾ തുടങ്ങിക്കോളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചെറുപയർ പരിപ്പ് വറുത്തെടുക്കണം. ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ചെറുപരിപ്പ് ഒരു കുക്കറിലേക്ക് ഇടുക.
ഇത് ഒരു പ്രാവശ്യം വിസിലടിച്ച ശേഷം കുറഞ്ഞ തീയിൽ 2 വിസിൽ കൂടി അടിക്കണം. പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് പാൽച്ചെമ്പ് തണ്ട്, 2 വലിയ ചെമ്പിൻ്റെ തണ്ടാണിത്, നൈസായി അരിഞ്ഞത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുക്കും. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കി കൊടുക്കും. ഇനി ഇതിലേക്ക് ചെറുപയർ പരിപ്പ് ചേർക്കും. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കുറച്ച് വെള്ളം. ഇതിലേക്ക് ശർക്കരപ്പാനി, 200 ഗ്രാം പരിപ്പ്, 300 ഗ്രാം ശർക്കരൻ്റെ പാനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 പാൽ ചേർക്കും. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളക്കാൻ അനുവദിക്കേണ്ട എടുക്കുക, ഓഫാക്കുക, തീ ഓഫ് ചെയ്യുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, ഒരു നുള്ളു ഉപ്പ് നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഹലോ, എന്തൊക്കെയായി? അപ്പോൾ ഏകദേശമൊക്കെ ആയി തോന്നുന്നു അല്ലേ? കഴിഞ്ഞിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എളുപ്പമായിരുന്നോ? കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കണത്. ഫസ്റ്റ് ടൈം. എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലേ? സാധാരണ ഇവിടെ ഒരുപാട് പേരുണ്ട്, അവരെല്ലാം മത്സരത്തിന് പങ്കെടുത്ത് നല്ല പരിശീലനം കിട്ടിയ ആൾക്കാരാണ്. പക്ഷേ ഫസ്റ്റ് ടൈമറാണ് അല്ലേ? അതിൻ്റെ ഒരു പരിഭ്രമമൊന്നുമില്ല, ഉണ്ടോ? ഇല്ല. എന്തായാലും ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂടുതൽ നന്നാവട്ടെ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കും. തേങ്ങാക്കൊത്ത്, നെയ്യിൽ വറുത്തെടുത്തു. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്തെടുക്കാനാണ്. ഇതും ഇതിലേക്ക് തേങ്ങാക്കൊത്തിലേക്ക് ഇതും ചേർക്കും. വറുത്തച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർക്കും. അപ്പോൾ എൻ്റെ പായസം റെഡി. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയത് ചെറുപയർ പരിപ്പ് പാൽച്ചെമ്പ് തണ്ട് പായസമാണ്. ഇത് ഇനി എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുക. നല്ലതാണെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എൻ്റെ പേര് ജാനകി പവിത്ര. ഞാൻ കോഴിക്കോട് കോട്ടൂളിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പായസം പഞ്ചപിടി പായസമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: നവരയരി പൊടിച്ചത്, ഉലുവ അരച്ചത്, ഇളനീര് ശംഖുപുഷ്പം അരച്ചത്, നെയ്യ്, കറിവേപ്പില അരച്ച് പിഴിഞ്ഞത്, ജീരകം പൊടി, ഉലുവപ്പൊടി, ഏലക്കാപ്പൊടി, ശർക്കര, തേങ്ങാപ്പാൽ ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെ കോഴിക്കോട് നിന്നുള്ള മത്സരാർത്ഥി ജാനകി പവിത്ര, കോട്ടോളിയിൽ നിന്നാണ് വരുന്നത്. കൃത്യമായി പറയാണ് ഏതാ സ്ഥലം? കോട്ടോളി. സാധാരണയായിട്ട് പാചക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണോ? പങ്കെടുക്കാറുണ്ട്. ഉണ്ട്, ധാരാളമായിട്ട്. മത്സരങ്ങളിൽ കുറേ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അടുത്ത നവംബറിൽ ഒരു ദം ബിരിയാണിയിൽ ഫൈനൽ വരെ എത്തിയ ആളാണ്. ബീച്ചിൽ, കോഴിക്കോട്. ഓക്കെ, വെറ്ററൻ ആണ്. അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആള്, നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇന്നൊരു പഞ്ചപിടി പായസം. പഞ്ചവടി പാലം, അത് സിനിമയുടെ പഞ്ചവടി, അതിൽ നിന്നും എന്താണ് ഇൻസ്പിറേഷൻ എടുത്തിട്ടുള്ളത്? പഞ്ചപിടി അത് നവരരി പിന്നെ പൊടിച്ച് അമ്മിയിലിട്ട് 4 മണിക്കൂർ കുതിർത്തി അമ്മിയിലിട്ട് പൊടിച്ചെടുത്ത് വറുത്ത്, എന്നിട്ട് ഇവിടെ കൊടുന്ന് പിടി ഉണ്ടാക്കി വേവിച്ച്, എന്നിട്ട് ഇളനീരും വെള്ള ശംഖുപുഷ്പം കൂടി അരച്ച് നെയ്യിൽ വഴറ്റി, പിന്നെ വീട്ടിലുള്ള കറിവേപ്പില അരച്ച് അതിൻ്റെ ചാറെടുത്തു, അതും നന്നായി നെയ്യിൽ വഴറ്റിയിട്ട്, പിന്നെ ഉലുവ അരച്ചതും നെയ്യിൽ വഴറ്റി, പിന്നെ 2 പാൽ ഒഴിച്ച്. ഇതിൽ 2 കാര്യങ്ങൾ, അതായത് ഉലുവയ്ക്ക് ഒരു ചെറിയ കശർപ്പുണ്ടാകും, കറിവേപ്പിലേക്ക് ഉണ്ടാകും. അതിന് നമ്മൾ നെയ്യിൽ നന്നായി വഴറ്റിയിട്ട് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി കുറുക്കി, എന്നിട്ട് പിന്നെ 2 പാൽ ഒഴിച്ച് നന്നായി കുറുക്കിയതിന് ശേഷം ആദ്യത്തെ പാലൊഴിച്ച്, പിന്നെ ഏലക്കാപ്പൊടി, ജീരകപ്പൊടി,
കംപ്ലീറ്റ് റെസിപ്പി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എത്ര കാണാ പാടമാണെന്ന് അർത്ഥം. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ഓ വെരി ഗുഡ്. അപ്പോൾ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടാണ്, പക്ഷെ വളരെ തലേ ദിവസം രാത്രിയാണ് ഞാനിത് പെട്ടെന്നൊന്ന് മനസ്സിൽ കണ്ടത്. സമയം ഇവിടെ തീരാറായില്ല, അപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ്. എല്ലാം പട്ടേന്നാണ് കാര്യങ്ങൾ. അപ്പോൾ പാചകം അതേപോലെ സ്പീഡിൽ നടക്കട്ടെ. ശർക്കരപ്പാനി ഉണ്ടാക്കുകയാണ്. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഞാൻ പിടി ഉണ്ടാക്കാനുള്ള ഇത് വയ്ക്കാൻ പോവുക. പിടി ഉണ്ടാക്കാനുള്ള വെള്ളത്തിൽ ഒരു പിഞ്ച് ഉപ്പിടുന്നു. നവരേരീൻ്റെ പൊടി, പിടി ഉണ്ടാക്കാനുള്ള പൊടി, പിടിക്കുള്ള മാവ് തയ്യാറായി. ഞാൻ അരിമാവ് കൊണ്ട് പിടി ഉണ്ടാക്കി. അടുത്ത് ഞാൻ ഇതൊന്ന് വേവിക്കാൻ വെക്കണം. ഈ പിടി ഉണ്ടാക്കിയതൊന്ന് വേവിക്കാൻ പോവുക. ഇത് ഉണ്ടാക്കി വെച്ച പിടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 10 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ ഇത് മാറ്റി വെച്ചിട്ട് പായസത്തിനുള്ള പാനടുപ്പിൽ വയ്ക്കാം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കാം. അതിനുശേഷം കുറച്ച് ഉലുവ, ഇളനീരരച്ചത്, ഇതിനകത്ത് കിടക്കുന്നത് ഇളനീരും വെള്ള ശംഖുപുഷ്പം കൂടി അരച്ചിട്ട് നെയ്യിൽ വഴറ്റുക. 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില അരച്ച് പിഴിഞ്ഞതാണ് 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഇനി ഈ പിടിയാക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് കുറുകിയതിന് ശേഷം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി ഇട്ട് നന്നായി ഇളക്കി. എവിടം വരെ എത്തി? ഇതാ തയ്യാറായി കഴിഞ്ഞു. അയ്യോ, ഫാസ്റ്റ്, സോ ഫാസ്റ്റ്. കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അത് തേങ്ങാപ്പാൽ, പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി, കുഴമ്പ് മാതിരി ഇരിക്കുന്നത് അതൊക്കെ നെയ്യിൽ വഴറ്റിയതാ. അതന്നെ, അതൊക്കെ ഇതിലേക്ക് വരാനുള്ളതാണ്. അല്ല അത് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ മാത്രമേ വരാൻ. ഇത് അതിൽ നിന്ന് കുറച്ച് എടുത്തതാണോ? അതിന്റെ ബാക്കി. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കാപ്പൊടി ഇട്ട് അത് പൊടിയിട്ട്, പിന്നെ ഇത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തിട്ട് നെയ്യിൽ കുറച്ച് ബാക്കിയുണ്ട്. എന്തായാലും നല്ല മണം വരുന്നുണ്ടല്ലേ നമ്മളിവിടെ എത്തിയപ്പോൾ. അപ്പോൾ ബാക്കിയും കൂടി നടക്കട്ടെ, നമുക്കിനി ടേസ്റ്റിംഗ് സമയത്ത് കാണാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ടിട്ട് വറവ് ചെയ്ത് പായസത്തിലേക്ക് ഒഴിക്കാം. പായസം തയ്യാറായി കഴിഞ്ഞു. പായസം തയ്യാറായി. എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് അശ്വതി അനൂപ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഇന്ന് ഞാനൊരു വെറൈറ്റി പായസമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പാൽ പായസത്തിനെക്കുറിച്ച്. ഈ പാൽ പായസം തന്നെ കുറച്ച് വെറൈറ്റി രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ പരിചയപ്പെടുന്ന പുഴുക്കലരിയാണ്. ഞാനിവിടെ പുഴുക്കലരി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ പാലെടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഏലക്കപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നെയ്യ് എടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കരിക്കാണ് എടുത്തിരിക്കുന്നത്. കരിക്കിന് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ജെല്ലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ കോട്ടയം കാര്യയുടെ അടുത്ത് നമ്മളെത്തി. അശ്വതി, ഓക്കെ. കോട്ടയം. നമസ്കാരം മാമോ. നമസ്കാരം സാർ. നമസ്കാരം. വളരെ സന്തോഷം കോട്ടയത്തു നിന്ന് വന്നല്ലോ. എന്താ ഉണ്ടാക്കുന്ന പായസം? ഇത് ഞാനൊരു അതായത് നമ്മുടെ പാൽ പായസത്തിൻ്റെ ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അലുക്കിട്ട പാൽ പായസം. ഞാൻ മാമിൻ്റെ വലിയൊരു ഫാനാണ്. മാമിനെ കാണാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ഷോയിൽ വന്നതാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തന്നെ. പിന്നെ ഞങ്ങളുടെയൊക്കെ റോൾ മോഡലാണ് മാം. സത്യം പറഞ്ഞാൽ അത് വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ എന്തായാലും നന്നായിട്ട് ചെയ്യാം. ഓക്കെ, കാണാം. നന്നായിട്ട് തെരഞ്ഞു പിടിച്ചെടുത്തിരിക്കും. അതെ, നന്നായിട്ട് കിട്ടി നമുക്ക് ഭാഗ്യത്തിന് നല്ല നല്ല ആൾക്കാർ. ആദ്യം തന്നെ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം.
ആവശ്യത്തിന് എടുത്താൽ മതി. നമ്മുടെ പാല് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ ഈ പാല് നല്ലപോലെ തിളച്ച് പഞ്ചസാരയും കൂടി ചേർന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന ടൈമിലാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് ഏകദേശം കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാലിവിടെ പഞ്ചസാരയും കൂടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ അരി ഈ പാലിൽ കിടന്നിട്ട് വേണം നന്നായിട്ട് വെന്ത് വരാനായിട്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറ് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ പായസത്തിലേക്ക് കുറച്ച് നെയ്യും മിൽക്ക് മെയ്ഡും കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി അലുക്കിട്ട പാൽപ്പായസത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. ഈ പേരെന്തെങ്കിലും ഇടാൻ കാരണം? ഈ പേരിടാൻ കാരണം ഞാൻ സ്വന്തമായിട്ട് കണ്ടെത്തിയതാണ്. അപ്പം നമ്മൾ പാൽപ്പായസം എന്ന് പറയുമ്പോൾ തന്നെ മലയാളികളുടെ ഒരു വികാരമാണല്ലോ. അപ്പോൾ ആ പാൽപ്പായസത്തിൽ നമ്മൾ എന്ത് വെറൈറ്റി കൊണ്ടുവരാം എന്നുള്ളതാണ് ഞാൻ അവിടെ ആദ്യം തന്നെ ചിന്തിച്ചത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നമ്മുടെ കരിക്കിൻ്റെ വെള്ളം, അത് ഞാൻ കുറച്ച് നമ്മുടെ ജെല്ലി രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക ചെയ്തത്. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റും പിന്നെ ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ് ഇവിടെ ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊരു ഫ്യൂഷൻ, അതായത് ഒരു വെറൈറ്റി കുറച്ച് അതായത് നമ്മളത് ഇപ്പോൾ ഈ ജെല്ലി ഉണ്ടാക്കി ചേർത്തല്ലോ, അത് ഒരു തണുത്ത ടെമ്പറേച്ചറാണ് അതിന് വേണ്ടത്. അതെ, ചൂടായി കഴിഞ്ഞാൽ അത് മെൽറ്റായി പോകുമല്ലോ. അതെ അല്ലേ? അപ്പോൾ ഇതൊരു കോൾഡ് പായസമാണ്. ഇതൊരു ഡെസേർട്ട് മാം, നോട്ട് ആൻ എക്സാക്ട് പായസം അല്ലേ? പായസം കൂടെ അതിനോട് തന്നെ ഒരു ഡെസേർട്ട് ആയിട്ട് ഇതിപ്പോ നമുക്ക് റൂം ടെമ്പറേച്ചറിലായിരിക്കും തരുന്നത് അതോ തണുത്തിട്ടായിരിക്കും? അല്ല, എപ്പോൾ വേണം, നമ്മൾ ഏത് ഇതിൽ വേണമല്ലോ. ഇതിപ്പോ ചൂടായിട്ടിരിക്കണു, പക്ഷേ ഇതിനകത്ത് ആ ജെല്ലി അപ്പം മെൽറ്റായി പോവില്ലേ? ഇല്ല, ഉടനെ ഇല്ല. കുറച്ച് കഴിഞ്ഞാലാവും. അത് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ കടിച്ച് തിന്നാനുള്ള രീതിയിൽ അത്. ഇത് ബേസിക്കലി ഇത് തണുപ്പിച്ച് കഴിക്കാനാണ് ബെസ്റ്റ്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. എന്തായാലും ഫൈനൽ റൗണ്ട് നമ്മൾ ടേസ്റ്റിങ്ങിന്റെ സമയത്ത് കാണാം. നമ്മുടെ പായസം ഇവിടെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ പായസം ഏകദേശം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിക്കിൻ്റെ ജെല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ശേഷം നമുക്കൊരു നല്ലൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാൻ നസീമ അലി. ഞാൻ മലപ്പുറത്ത് നിന്ന് പുത്തനത്താണിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പായസം ഉണക്കച്ചക്ക പൊടിച്ച് അതിൽ ഇളനീര് ചോള മില്ലറ്റ് ചേർത്തിട്ടുള്ള ഒരു മിക്സഡ് പായസമാണ് ഞാൻ ഓണമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ ഉണക്കച്ചക്ക പൊടിച്ചത്, തേങ്ങാക്കൊത്ത്, നട്ട്സ്, ചുക്കുപൊടി, ഏലക്കാപ്പൊടി, ചോള മില്ലറ്റ്, മുന്തിരി, ഇളനീര്, നട്ട്സ് മിക്സ് ചെയ്ത് അരച്ചെടുത്തത്, തേങ്ങയുടെ 1-ാം പാല്, തേങ്ങയുടെ 2-ാം പാല്, നെയ്യ്, ശർക്കരപ്പാനി, ഏലക്ക പൊടിച്ചത്. ആരാപ്പാ വരുന്നത്? ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ രണ്ടുപേരെങ്ങനെ ഒന്ന് നേരിട്ട് കാണാൻ ആഗ്രഹിച്ച രണ്ടാളിന്റെ മുന്നിൽ ഇതാ വന്നു. വളരെ സന്തോഷം. വളരെ സന്തോഷം. മാത്രമല്ല നമ്മൾ കളർ കോമ്പിനേഷൻ കറക്റ്റ് മനസ്സിലാഗ്രഹിച്ചു. ബ്ലൂ ആൻഡ് ബ്ലൂ. അതെ അതെ അതെ. കൃഷ്ണയും കുറച്ചൊരു ബ്ലൂ ഒരുപാട് സന്തോഷമായി ഇങ്ങനെ കാണാൻ പറ്റിയതിന്. വളരെ മത്സരത്തിൽ കിട്ടിയപ്പോ ഏറെ ഒന്ന് നേരിട്ടിട്ട് കാണണം. അപ്പൊ മത്സരത്തിന് ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? ഒരു കുഴപ്പമില്ല. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ വരുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കണത് ഏറ്റവും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് നമ്മള് തയ്യാറാക്കണം. അപ്പൊ ഇന്നത്തെ പായസം എന്താ പ്ലാൻ ചെയ്തേക്കുന്നത്? നമ്മള് നല്ല ചക്ക ഉണക്കിയ ചക്കയിട്ട് പിടിയും അതിന്റെ പൊടിയും വെച്ചിട്ട് മില്ലറ്റ് ചോള മില്ലറ്റ്
എല്ലാം കൂടി നല്ല വെച്ചിട്ട് പായസം. പ്രഥമൻ. അതിനെന്താ പേര് വയ്ക്കുക? ഉണക്കച്ചക്കപ്പൊടി, ചക്കപ്പൊടി, മുത്തുമണി ഓ, പ്രഥമൻ. പക്ഷെ എനിക്കത് ഇവിടെ വന്നപ്പോ ആ മുത്തുമണിന്റെ രൂപം ഞാൻ പിടിയാക്കി. അപ്പൊ അതുകൊണ്ട് ആ പേരിലൊരു ചെറിയ മാറ്റം വരുത്തി. പേരിലൊരു മാറ്റം വരുത്തി. അതാണ് പിടിപ്പായസം എന്തായാലും കുഴപ്പമില്ല. Anyway. രണ്ടും ആക്കാം. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് ചെയ്യാം. നമുക്ക് കാണാം. വീണ്ടും കാണാം. ഞങ്ങൾ ഇനിയും വരാം. ഓക്കെ, താങ്ക് യു. സ്റ്റവ് ഓൺ ചെയ്തു. നെയ്യ് അതൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഞാൻ മില്ലറ്റ് എടുത്തിട്ട് ഇട്ടത് ഇവിടെ ചോള റവ നല്ല കഴുകിയെടുത്തതാണ്. ചെറുതായിട്ട് നെയ്യിൽ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2-ാം പാല് ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇത് കണ്ടോ, നമ്മുടെ മില്ലറ്റ് ചോളറവ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 4 സ്പൂണ് ചക്ക പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉണക്കച്ചക്ക പൊടിച്ചതാണല്ലോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായി ഈ തേങ്ങയുടെ 2-ാം പാല് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാനിത് ഏകദേശം എന്തിങ്ങനെ സെറ്റായതിനു ശേഷം നമുക്ക് ഇതിലേക്കൊരു പിടി ഉണ്ടാക്കുന്നുണ്ട് ചക്ക പൗഡർ വെച്ചിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി മിക്സിങ് ആ പിടി ഉണ്ടാക്കാനുള്ളത് ഉണ്ടാക്കിയതിന് ശേഷം ചെയ്യാം. പിടി ഉണ്ടാക്കാൻ ആവശ്യമായ ചക്ക പൊടിച്ച പൗഡർ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് പിടിയുടെ ഉള്ളിൽ നമുക്കിതിലേക്ക് നട്ട്സിൻ്റെ ഞാൻ ക്രഷ് ചെയ്ത നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റേക്ക് ഒരു 2 തേങ്ങ ചെറുതായി ക്രഷ് ചെയ്തത് കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിതേറ്റ് ചെറിയ ഉരുളകളാക്കി ഇതിൻ്റെ ഉള്ളിൽ ഇത്തിരി നട്ട്സ് വെച്ച് ഇതിനെ കുഞ്ഞ് പിടികളാക്കി ഒന്ന് ബോൾസാക്കി എടുക്കാം. പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് സോൾട്ട് ചെയ്തെടുക്കണം നെയ്യിൽ. ഇതാ നല്ല സോൾട്ടായി വന്നിട്ടുണ്ട്. നമ്മുടെ ചക്ക കൊണ്ടുണ്ടാക്കിയ പിടി കണ്ടില്ലേ, സോൾട്ടായി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ ആയി തോന്നുന്നു. ഏകദേശമൊക്കെ ആയി. ഞാൻ എൻ്റെ പായസത്തിൻ്റെ പണി കഴിഞ്ഞു. ഞാൻ ഉണക്കച്ചക്ക നല്ല മൂത്ത ചക്ക ഉണക്കി വെച്ചത് നമ്മള് ശരിക്കും അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. ഉണക്കച്ചക്ക ആ പൗഡർ വെച്ചിട്ട് ചെയ്യുന്നത് ഭയങ്കര വെറൈറ്റി ആണ്. അത് പിടി ഉണ്ടാക്കിയിട്ടല്ലേ? അത് പിടി ഉണ്ടാക്കി പൊടിയും ഇതിൽ മിക്സ് ചെയ്ത് പിന്നെ ചോള മില്ലറ്റ് കുറച്ച് നമുക്കൊരു ചെറിയ കട്ടിക്കും വേണ്ടി ചക്കപ്പൊടി മാത്രമായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അത് എല്ലാവർക്കും അതിന്റെ മാത്രം ഫ്ലേവർ വരുമ്പോൾ നല്ല ഫ്ലേവറാണ്. ഞാൻ ചെയ്യാറുണ്ട്. അടക്ക വരെ ചക്കപ്പൊടി ചക്കപ്പൊടി അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ അതില് ഞാൻ ഇങ്ങനെ ചോദിച്ചു വരും കുട്ടികളെ കുന്നങ്കായ. എങ്ങനത്തെ ഷോപ്പാണ്? ഹോം മെയ്ഡ് ഷോപ്പിന് സീമാസ് ഹോംലി മിക്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പ്രൊഡക്റ്റ്. എന്തൊക്കെയാണ് വരുന്നത്? എല്ലാ ചിക്കൻ മസാല, സാമ്പാർ, എല്ലാ ഐറ്റം മസാലകളും. പിന്നെ ചെറിയൊരു യൂണിറ്റ് തന്നെ പുട്ടുപൊടി, പിന്നെ പാലപ്പപ്പൊടി, പിന്നെ ഇങ്ങനത്തെ ഒരു തരം നമ്മള് നാടൻ രീതിയിൽ ഒരു മായം ചേർക്കാതെ ഹോംലി ആയിട്ട്. ഇപ്പോൾ ഞാൻ വീട്ടിൽ തുടങ്ങിയപ്പോൾ ഒരു 3-4 വർഷമൊക്കെ ആയിട്ട് അതിന് പലഹാരങ്ങളും ഇതൊക്കെ. അപ്പോൾ മകളെ കല്യാണം കഴിഞ്ഞപ്പോൾ മരുമോൻക്ക് എല്ലാതും ഭയങ്കര ഉമ്മ അങ്ങനെ ആയാൽ പോരാ പറഞ്ഞിട്ട് അങ്ങനെ ഞാനിപ്പോൾ ഒരു ബിസിനസ് ഒരു ചെറിയ യൂണിറ്റ് ഒക്കെ തുടങ്ങി. മെഷീനും കാര്യങ്ങളും ഒരു വണ്ടിയൊക്കെ സെയിൽ ചെയ്ത്. മലപ്പുറം അല്ലേ? മലപ്പുറം അടിപൊളിയായിട്ട് വരുന്നു. എൻ്റെ പേര് നസീമാസ് ഹോംലി മിക്സ്. എൻ്റെ പേര് ഹോംലി മിക്സ് പുത്തനത്താണി, തിരുനാവായ റോട്ടിലാണ്. അപ്പൊ അതില് ചക്ക ഉണക്കിയത്, കപ്പ ഉണക്കിയതൊക്കെ ആ സീസണില് നമ്മള് ഡ്രയർ വെച്ച് ചെയ്യണേക്കാളും കൂടുതൽ നമ്മള് നാച്ചുറലായിട്ട് ചെയ്ത് കൊടുക്കും. എന്റെ ചിക്കൻ മസാല ഭയങ്കര ഹിറ്റാണ്. പിന്നെ മലപ്പുറത്തുകാർക്ക് ഇതൊന്നും അല്ലല്ലോ, ഇറച്ചിയും മീനും കഴിഞ്ഞിട്ടുള്ളല്ലോ. ഫിഷ് മസാല അതുപോലെ കുറച്ച് മസാല പൗഡേഴ്സ് കൊണ്ടുവരായിരുന്നു അല്ലേ? ഞാൻ പിന്നെ അങ്ങനെ കൊണ്ടുവരായിരുന്നു അല്ലേ? സോറി, നമ്മൾ ഇതിനൊക്കെ കൊണ്ടുവരുമ്പോ വേറെ ഒരു പ്രശ്നമുണ്ട്. അത് ജഡ്ജ്മെന്റ് ചെയ്യണത് ഇനി നമ്മുടെ ഇറക്കി വെച്ച വേവിച്ച് വെച്ച പായസക്കൂട്ട് നമുക്കിത് ഇനി ഇതിലേക്ക് മറ്റുള്ള ചേരുവകൾ ചേർക്കുക. തേങ്ങൻ്റെ 1-ാം പാലിൽ നമ്മൾ ഇളനീരും നട്ട്സും മിക്സ് ചെയ്ത് വെച്ചത് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലൊന്ന് കലക്കിയെടുക്കണം, അല്ലെങ്കിൽ കട്ട വരാൻ സാധ്യത ഉണ്ട്. പായസം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്.
ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്, ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരണം. അപ്പോൾ ഇതിൻ്റെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക മില്ലറ്റ്, ചക്കപ്പൊടി മില്ലറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പേര് പ്രസീത. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പുന്നലത്തോടിയിൽ നിന്നാണ് വരുന്നത്. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന പായസം വാഴപ്പിണ്ടി പ്രഥമനാണ്. വാഴപ്പിണ്ടി പ്രഥമന് ആവശ്യമായ സാധനങ്ങൾ: വാഴപ്പിണ്ടി അരിഞ്ഞത്, നെയ്യ്, ചൗവരി, ഏലക്ക പൊടിച്ചത്, ശർക്കര പാനിയാക്കിയത്, ജീരകം പൊടിച്ചത്, ചുക്കുപൊടി, തേങ്ങാക്കൊത്ത്, തേങ്ങയുടെ 1/4 പാല്, 2/2 പാല്, 3/4 പാല്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്. പത്തനംതിട്ടയിൽ നിന്നൊരു വാഴപ്പിണ്ടി പ്രഥമനുമായിട്ട് ഒരാളുണ്ട് ഇവിടെ. ദേ നിൽക്കണു. ഓക്കെ, വളരെ സന്തോഷം. വാഴപ്പിണ്ടി അങ്ങനെ അധികം ആരും പായസം ഉണ്ടാക്കി കണ്ടിട്ടില്ല അല്ലേ? കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് വന്നു. ഇപ്പോൾ ഇവിടെ എല്ലാവരും അങ്ങനെയാണല്ലോ എക്സ്പെരിമെന്റ്. അത് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യും? ഞാനിങ്ങനെ വട്ടടിച്ച് കിടക്കാറ്. എന്താ ചെയ്യാൻ പറ്റുക? ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഓക്കെ, അപ്പം നല്ല തയ്യാറെടുപ്പോട് വന്നിരിക്കുകയാണ്. കോമ്പറ്റീഷൻ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ സീത നല്ലതായിട്ട് പെർഫോം ചെയ്യട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. മാഡത്തിനെ കാണുന്ന വളരെയധികം. എന്നെ മാത്രമേ ഉള്ളൂ? അതെ, ഇവിടെ രണ്ടുപേരെ ഇത് കുഞ്ഞിനെ തൊട്ട് മാജിക്കാവും കണ്ടാണ്. എന്നെ മാഡത്തിനെ കാണണം ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചതാണ്. അപ്പൊ നമ്മളേതായാലും സീനിയർ സിറ്റിസൺ ആണ്. പാചകത്തിലെ ഗുരുവാണ്. ഓക്കെ, സന്തോഷമുണ്ട്. വളരെ ഗുരുവാണ് മാഡം. ഞാൻ എല്ലാ വീഡിയോ മാഡത്തിന്റെ കണ്ടാണ് ചെയ്യാറുള്ളത്. ആദ്യമായി ഞാൻ നെയ്യ് ചൂടായ പാത്രത്തിലേക്ക് ഇടുകയാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ച വാഴപ്പിണ്ടി അതിലേക്ക് ഇട്ടു. അത് 5 മിനിറ്റ് വഴറ്റിയെടുക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ശർക്കര പാനിയാക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഇതിനകത്ത് കിടന്ന് 5 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അന്നേരം ആദ്യം നമ്മൾ 3/4 പാല് ഒഴിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചൗവരിയും കൂടെ ചേർക്കുകയാണ്. അതിനുശേഷം നമ്മൾ 2/4 പാൽ ചേർക്കുക. 2/4 പാൽ ഒഴിച്ച ശേഷം 15 മിനിറ്റ് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ആ കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടണം. ഇത് നല്ലതായിട്ട് പായസത്തിൽ യോജിച്ച് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് ഒരു വഴനയിലയുടെ ഒരു ഇലയും കൂടി ഇടുക. രുചി കൂടെ ഇത് സഹായിക്കും. ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് 1/4 പാൽ ചേർക്കാം. 1/4 പാൽ ചേർത്തിട്ട് ഒന്ന് ചൂടാകുമ്പോഴത്തേന് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇവിടെ വാഴപ്പിണ്ടി പ്രഥമനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പല ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. വാഴപ്പിണ്ടി പ്രഥമനിൽ അത് തന്നെ, അതായത് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അല്ലേ? ഇല്ല, നമ്മുടെ സാധാ. പക്ഷെ ആ ഫ്ലേവർ ചെയ്യാനായിട്ടേ വഴന കണ്ടിരുന്നു. അപ്പോൾ ആ വഴനയുടെ ഫ്ലേവർ നല്ല കോമ്പിനേഷനാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പായസമാണോ? അതെ അതെ. പത്തനംതിട്ടയിൽ ഇങ്ങനെ ഒരു ഞാൻ കേറ്ററിംഗ് യൂണിറ്റ് നടത്തുന്നുണ്ട്. ഇവിടെ ഉള്ളവരെല്ലാം പ്രൊഫഷണൽസ് ആണ്. ഇപ്പോൾ കേറ്ററിംഗ് യൂണിറ്റ് ഒരുപാട് പേര് ഓൺടർപ്രണേഴ്സ് ആയിട്ട്. നന്ദൂസ് കിച്ചൺ എന്ന് പറയും. നന്ദൂസ് കിച്ചൺ ഫ്രം പത്തനംതിട്ട. കേറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഇത് എല്ലാം കൊടുക്കും. എത്ര ആൾക്കാർ? വെഡിങ് ഉണ്ടോ? വെഡിങ് ഇല്ല, നമ്മുടെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെ ചെറിയ ചെറിയ. മാക്സിമം നമ്പർ മാക്സിമം ഒരു 200-250 ചെയ്യാറുണ്ട്. ഓ, ചെറിയൊരു അല്ലല്ലോ. ഇറ്റ്സ് ഗുഡ്, അടിപൊളി. പിന്നെ ഉണ്ണിയപ്പം വട്ടയപ്പം ഒക്കെ കൊടുക്കുന്നുണ്ട്, ബേക്കറി സാധനങ്ങളെല്ലാം. ഓക്കെ, വെരി ഗുഡ്, അടിപൊളി. ഓക്കെ, ഈ പായസം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഈ തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പിടുകയാണ്. അണ്ടിപ്പരിപ്പ് പാകമാകുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. അടുത്ത് നമ്മൾ കിസ്മിസ് ഇടുകയാണ്.
കിസ്മസ് പാകമാകുമ്പോൾ പാത്രത്തിലേക്ക് കോരി മാറ്റുക. നമ്മുടെ വാഴപ്പിണ്ടി പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്തും ഇതിൻ്റെ മേലെ വിതറുക. അതിനുശേഷം 1/4 ടീസ്പൂൺ നെയ്യ് ഇട്ടാൽ ഈ പായസത്തിൻ്റെ രുചി വർദ്ധിക്കുന്നതായിരിക്കും. എൻ്റെ പേര് നസീമ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കദളിപ്പഴമിട്ടിട്ടുള്ള പായസമാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: കോക്കനട്ട് മിൽക്ക്, ചുക്കുപൊടി, ഏലക്കാപ്പൊടി, തേങ്ങ കൊത്ത്, ചക്കക്കുരു, നെയ്യ്, മിൽക്ക് പൗഡർ, ചുക്കുപൊടി, ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ്, തേങ്ങ കൊത്ത്, ചക്കക്കുരു, നെയ്യ്, കദളിപ്പഴം, അണ്ടിപ്പരിപ്പ് അരക്കാനുള്ളത്, ചക്ക വരട്ടാനുള്ളത്. അങ്ങനെ നസീമയുടെ അടുത്തെത്തി. നിലമ്പൂറുകാരിയാണ്. എനിക്ക് വയ്യ. ഭയങ്കര തയ്യാറെടുപ്പോട് കൂടിയാണ് വന്നിരിക്കുന്നത്. പ്രസന്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ്. ഓണത്തിൻ്റെ ഒരു തീമിലാണ് പോകുന്നത് അല്ലേ? എന്ത് പായസമാണ് പ്ലാൻ ചെയ്യുന്നത്? ഞാൻ ചക്കക്കുരു കദളിപ്പഴം ഇട്ടിട്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. ചക്കപ്പഴം ഉണ്ടാകുമോ? അതിനകത്തില്ല. ചക്കപ്പഴം ഉണ്ട്. അതുകൊണ്ട് മൈ ഫേവറേറ്റ് അതുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? ഇവരെയൊക്കെ പോലെ തന്നെ കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉള്ള ആളാണ്, പോവാറുണ്ട്, പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. എന്തായാലും വളരെ സന്തോഷം. നല്ല തയ്യാറെടുപ്പോട് പിന്നെ നിങ്ങളെ രണ്ടാളും കണ്ടതിൽ വളരെ തീരാത്ത സന്തോഷം. ഓക്കെ, അപ്പൊ സമ്മാനം കിട്ടുന്നതിനപ്പുറത്തേക്കാണ് മത്സരം. എല്ലാതും മനസ്സിൽ വരും. ശരി. ഓക്കെ ഓക്കെ. അപ്പോൾ കൃഷ്ണയുടെ ഒരു വലിയ കടുത്ത ഫാനാണെന്ന് പറഞ്ഞ സന്തോഷമായിരിക്കും. ഓക്കെ ഓക്കെ, എന്തായാലും നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അടുപ്പിൽ കുക്കർ വെച്ചു. അതിൽ ശർക്കര ഉരുക്കി കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് പാൻ ചൂടായതിൻ്റെ ശേഷം 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കും. ഇത് ചക്കപ്പഴമാണ്, പഴുത്ത ചക്കപ്പഴം ചെറുതാക്കി മുറിച്ച് ഈ നെയ്യിൽ വയറ്റിയെടുത്ത് നല്ല ചുമക്കനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ മാറ്റി വെച്ച് ബാക്കി വരുന്ന നെയ്യിലേക്ക് ചക്കക്കുരുവും കദളിപ്പഴം ഇട്ട് അരച്ച മിക്സ്ഡാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര പാനി ഞാൻ ഇതിലേക്ക് പാരുവാണ്. തേങ്ങൻ്റെ 2ാം പാലാണ് പാരുന്നത്. കുറുകി വരുന്നുണ്ട്. നല്ലോണം ഇളക്കി വേവിച്ചെടുക്കണം. കുറുകി വരണം. അപ്പോഴാണ് ഇതിൻ്റെ രുചി കിട്ടുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം നമ്മളിങ്ങനെ ഉണ്ടാക്കും. ചക്കക്കുരു, കദളിപ്പഴവും തേങ്ങൻ്റെ പാലും ഇങ്ങനെ ഇളക്കി ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കും. കുറച്ച് ഏലക്കാപ്പൊടി ഇടുക. പായസത്തിൻ്റെ രുചി കൂട്ടുന്നതാണല്ലോ ഏലക്ക. മധുരം ബാലൻസ് ചെയ്യാൻ നുള്ള് ഉപ്പിടുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാലാണ്, ഫസ്റ്റ് പാലാണ്. ഇതായി ഇനി ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് വറ്റിയെടുക്കുക. ഞാൻ 2 സ്പൂണ് നെയ്യ് ഒഴിക്കുകയാണ്. ഞാനിതിലേക്ക് തേങ്ങ കൊത്തിടുകയാണ്. ഈ തേങ്ങാക്കൊത്ത് നല്ല മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് നമ്മളെ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുക. കടിക്കും വേണം. പായസം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ആയിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ, മനസ്സിലായി. നല്ല ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് റെഡി അല്ലേ? ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. എനിക്ക് പിന്നെ അത് അതെ അതെ അതെ. ഇതിപ്പോൾ ചക്കക്കുരു ഒക്കെ അല്ലേ? ചക്കക്കുരു, കദളിപ്പഴം. ആ ചക്കപ്പഴം കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. കുറച്ച് അങ്ങനത്തെ ഫ്രൂട്ട്സും ചക്കക്കുരുവും എല്ലാം കൂടി വെച്ചിട്ട് പഴവും
കദളിപ്പഴം, ചെങ്കദളി. അത് നല്ല എവിടുന്നാ വരുന്നത്? നിലമ്പൂർ എടക്കര. അങ്ങനെ നിലമ്പൂർകാരിയുടെ സ്പെഷ്യൽ ഡിഷ്. അവിടെ എന്താ കേറ്ററിംഗ് യൂണിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെനിക്ക് പിന്നെ ഞാൻ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലേ? ചേച്ചി നമ്മൾ എന്തെങ്കിലും ചെയ്യണം കേട്ടോ ചേച്ചി, ഇങ്ങനെ എല്ലാ എന്തായാലും വരണം. അത് നിങ്ങളെല്ലാവരും പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യും? ഞാൻ ബിരിയാണി ഇങ്ങള് ചെയ്യും. പല എല്ലാ പലഹാരം എന്താണ് നമ്മളിന്ന് ഹോം ഷെഫാണ് അപ്പോൾ എന്താ അത് കേറ്ററിംഗ് എന്ന് പറഞ്ഞൊരു പേരിട്ട് ചെയ്യണം? അല്ലല്ല, അങ്ങനെ ഞാൻ തുടങ്ങിയിട്ടില്ല. ഓർഡേഴ്സ് അനുസരിച്ച് പക്ഷേ ഈ ഓരോ മത്സരങ്ങൾക്ക് പോയി മത്സരങ്ങൾക്ക് സ്ഥിരം പോകാറുണ്ട് ഇത് അല്ലേ? കിട്ടി. ഇത് കുറേ ആയിട്ട് നമ്മൾ ഒന്നിനും ഇറങ്ങാതെ ഇപ്പോഴാണ് നമുക്കൊരു അവസരം കിട്ടിയത്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ എല്ലാത്തിനും പോകാൻ തുടങ്ങി. അടിപൊളി. കാരണം ഇത് കണ്ടപ്പോൾ ഞാൻ വേഗം അപ്ലൈ ചെയ്തു. എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കാണും വേണം, മത്സരത്തിൽ പങ്കെടുക്കും. സന്തോഷം. ഓക്കെ, എന്തായാലും നടക്കട്ടെ. അത്ര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ഇനി ഞാൻ പായസത്തേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ച തേങ്ങാക്കൊത്തിടുകയാണ്. കൂടെ അണ്ടിപ്പരിപ്പും നുറുക്കി വെച്ച ചക്ക. എൻ്റെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ വിളമ്പുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കും. അങ്ങനെ നമ്മുടെ 6 കണ്ടസ്റ്റൻസും പായസം എല്ലാം ഉണ്ടാക്കി റെഡിയായി നിൽക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, ഗംഭീരം. അപ്പോൾ പ്രേക്ഷകരായ നിങ്ങളും കണ്ടിട്ടുണ്ടാകും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരെല്ലാം കുക്ക് ചെയ്തത്. വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നപ്പോൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നമ്മുടെ ടേസ്റ്റിംഗ് റൗണ്ട്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ആകാംക്ഷാഭരിതരായിട്ട്. അത് പറഞ്ഞു കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. വിളിച്ചു തുടങ്ങിയാലോ? ഓക്കെ. റസിയ സി. റസിയ ഫ്രം മലപ്പുറം. ചേമ്പ് താള് അല്ലേ? ചെറുപരിപ്പ്. ഓക്കെ, ഇപ്പം ഇതെല്ലാവരും ബൈഹാർട്ടായി കാണും അല്ലേ? എന്താ ഉണ്ടാക്കിയത് നമ്മൾ തന്നെ എത്ര പ്രാവശ്യം പറയത്തില്ലേ? ചേമ്പിൻ്റെ താള് ചോദിക്കുന്നു. ടേസ്റ്റി, നന്നായിട്ടുണ്ട്. നല്ലൊരു ചെറുപരിപ്പ് പ്രഥമൻ അല്ലെങ്കിൽ പായസം കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റാണ് കൂടുതൽ. അതെ, താളിൻ്റെ ഒരു എന്താണെന്ന് കിട്ടുന്നില്ല, പക്ഷേ നല്ല പായസം. ചെറുപരിപ്പ് പായസം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നൈസ്. താങ്ക് യു. അടുത്ത ആള് ജാനകി പവിത്രൻ. ഇതെനിക്ക് ശരിക്കും കഴിക്കണം എന്ന് ഭയങ്കരമായിട്ട് തോന്നിയിരുന്നു. എന്താണ് കുറേ വെള്ളശംഖ് പുഷ്പം, വെള്ളശംഖ് പുഷ്പം ഇളനീരും കൂടി അരച്ചിട്ട്. പിന്നെ ഈ കറിവേപ്പിലയുടെ കാര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. കറിവേപ്പിലേൻ്റെ ഉലുവ ഉണ്ടായിരുന്നു. ഉലുവയുടെ ആണോ ഒരു സ്റ്റിക്കിനെസ് വരുന്നത്? ഇങ്ങനെ ഒരു ഉലുവ ഇളനീര് ആണ്. ഇളനീര് ഹെൽത്തിയാണ്. നവരേരി പിടി ഉണ്ടാക്കിയിട്ട് സംഭവം അടിപൊളിയാണ്. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പില, നവരേരി എല്ലാം കൊള്ളാം. ഒരു എന്താ പറയുക, നമ്മുടെ കർക്കിടകത്തിനൊക്കെ കുറുക്കി കഴിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട്. കാര്യം ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നോണ്ടായിരിക്കാം നന്നായിട്ടുണ്ട്. ഒരു കുറുക്കൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. ഫ്രഷ് മിക്സ്. അത് അമ്മിയിലിട്ടിട്ട് നവരേരി കുതിർത്ത് പൊടിച്ചെടുത്തതാ. പക്ഷെ ഉലുവയുടെ ഒരു ചെറിയൊരു സാധനം കിട്ടുന്നുണ്ട്. ചെറിയൊരു പക്ഷെ മധുരം ഇങ്ങനെ കയറി നിൽക്കുന്നതുകൊണ്ട് ആ കവർപ്പ് ഇങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും എനിക്ക് തോന്നി ആ സ്റ്റിക്കിനെസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു കുറുക്കൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ. ഉലുവ കുറുക്കൊക്കെ കഴിക്കില്ല. അത് ശർക്കരയിൽ ആ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുറച്ചുകൂടെ കയറി ചെയ്തിട്ടുണ്ട് പാർട്ടി. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അശ്വതി അനൂപിനെ വിളിച്ചാലോ? അശ്വതി അനൂപ് പ്ലീസ്.
ഇതൊരു പുഡിംഗ് പായസമായിട്ട് അത് അടുത്ത ആളെത്തിയിരിക്കുന്നു. അടിപൊളി ഷെഫാണ്. ശരി, അപ്പോൾ ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാം. റെഡി. കൃഷിക്ക് തോന്നില്ലേ ടേസ്റ്റ് ചെയ്യണം? പിന്നെ ഇതിങ്ങനെ കുറേ ഇത് ജെല്ലിയൊക്കെ കണ്ടിട്ട് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. സംതിങ് ഡിഫറെന്റ്. ലെറ്റ്സ് സീ. ഇതിപ്പോ തണുത്തിരിക്കുകയാണോ അതോ നോർമൽ ടെമ്പറേച്ചറിലാണോ? നോർമൽ. ഐസൊക്കെ എടുത്തിരുന്നു പക്ഷേ അല്ലേ? ഇത് ശരിക്കും ഒരു പുഡിംഗ് ടെക്സ്ചറുമാണ്. അതായത് ഒരു നല്ല കട്ടിക്കാണ്, തിക്കാണ്, നോട്ട് ലൈക്ക് എ പായസം. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പറഞ്ഞതുപോലെ തണുപ്പിച്ച് നമുക്ക് ഡിസേർട്ടായിട്ട് ഒരു ടെൻഡർ കോക്കനട്ട് സൂഫ്ലേ എല്ലാം ചെയ്യണ പോലെ ഒരു ചെറിയൊരു ആ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. നൈസ്, ഗുഡ് അറ്റംപ്റ്റ്, നല്ല ഇന്നോവേഷൻ. ഓക്കെ, മുകളിൽ കോക്കനട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നല്ലേ? അതെ. താങ്ക് യു. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലെ ആൾക്കാരിലേക്ക് പോവാം. വളരെ എന്താ പറയുക, സ്പിരിറ്റോടുകൂടി നിൽക്കുകയാണ്. വരണം പ്ലീസ്. നസീമാലി പ്ലീസ്. നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി ആ ചക്ക, പച്ചച്ചക്ക ഉണക്കി പൗഡർ ചെയ്ത്, അതെ, അത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു പായസം. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എനിക്കിങ്ങനെ വളരെ ആകാംക്ഷയുണ്ട്. അതിലത്തെ പിടിയും കിട്ടണം. ഓക്കെ, പിടിയും കൂടി ചേർത്തെടുക്കാം. യെസ്, ഒരാഴ്ച മധുരമില്ല. ഇല്ല, അതിനു വേണ്ടി ആയി ഇപ്പോൾ. നോ വേർഡ്സ്. ഗംഭീരം, പറയാതിരിക്കാൻ വയ്യ. എക്സലൻറ്റ്. താങ്ക് യു. അയ്യോ, നല്ല ചക്കൻ്റെ ചൊവ്വ ടേസ്റ്റ്. ചക്കയുടെ ചൊവ്വ എന്താണെന്നൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഒരു വൗ ഫാക്ടർ ഉണ്ട്. ഭയങ്കരമായിരിക്കണം, രസകരമായിരിക്കണം. ഈ ചക്ക പൗഡർ പച്ച, അത് ഭയങ്കര ഹെൽത്തി. വെയിറ്റ് ലോസ് കിട്ടും. വെയിറ്റ് ലോസ് കിട്ടും. പിന്നെ നമ്മൾ ക്യാൻസർ പേഷ്യൻറ്റിന് കുറുക്കാക്കി കഴിച്ചാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. വെരി നൈസ്. സോഡിയം, പൊട്ടാസ്യം. റെക്കമെൻഡഡ്. നസീമ അലി, അടിപൊളി. ഓക്കെ, താങ്ക് യു സോ മച്ച്. പ്രസീത. മറ്റൊരു ആളാണ്, പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന പ്രസീത. ഇത് വാഴപ്പിണ്ടി പായസം. പ്രഥമൻ സോറി, വാഴപ്പിണ്ടി പ്രഥമൻ. ഇതിൽ എന്തൊക്കെ വരുന്നത്? വാഴപ്പിണ്ടി ഉണ്ട്. വാഴപ്പിണ്ടി, നമ്മുടെ ചൗരി. ഏലക്കട ഫ്ലേവറൊക്കെ. അതിലൊക്കെ മറ്റേ ബേ ലീഫ്, ചുക്കുപൊടി, ജീരപ്പൊടി അതിൻ്റെ വരുന്നുണ്ട്. ആ പട്ടയുടെ എന്താ പറയുക, ഇല ഇട്ടുണ്ടല്ലോ, വയണയില. വയണയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ? നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി ഒരാളും കൂടി ഉണ്ട് അവിടെ, നസീമ കെ. ഇതിപ്പോ നമ്മളുടെ എന്തായിരുന്നു? ഒരു മിനിറ്റ്. ചക്കക്കുരു, കദളിപ്പഴം, പിന്നെ ചക്കയും ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അപ്പോൾ ഏത് ഫ്ലേവറാണ് ഇതിനാ നോക്കിയാലോ? ചക്കയുടെ ഫ്ലേവർ ഉണ്ട്, കദളിപ്പഴത്തിൻ്റെ ഫ്ലേവറാണോ? നിറച്ചും തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? അണ്ടിപ്പരിപ്പ്, ചക്ക വരട്ടി നെയ്യിൽ. ചക്കയുടെ ഫ്ലേവർ തന്നെയാണ് കണ്ടു നിൽക്കുന്നത്. ചക്ക പായസത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട്. ഗുഡ്. ഒരുപാട് തിക്കുമായിട്ടില്ല. പായസത്തിന്റെ ഒരു ഒഴുക്ക്, കൺസിസ്റ്റൻസി.
തേങ്ങാപ്പാൽ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരുടെ എഫേർട്ടിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ആരൊക്കെയാണ് ആ 3 പേരെന്നുള്ളത് ഉടനെ തന്നെ നിമിഷങ്ങൾക്കകം ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഒരല്പസമയം തരിക, ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം ഞങ്ങളുടെ ജഡ്ജ്മെന്റ് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ അതെ അതെ, ഏതാണ്ട് റെഡിയാണ്. നിങ്ങളെല്ലാവരും അതായത് നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, എല്ലാവരും വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്ക് 3 പേർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും നമ്മൾ നിങ്ങളിൽ കാണുന്ന ചെറിയ വ്യത്യാസങ്ങൾ. ഓരോ എപ്പിസോഡ് മാറുമ്പോഴും നമ്മുടെ ഒരു സംഭവം വളരെ ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിസിഷൻ മേക്കിംഗ് എല്ലാവരും നന്നായി വരുന്നുണ്ട്, എന്നാലും ഒരു തീരുമാനങ്ങൾ എത്താനും നമുക്ക് ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ചില ദിവസങ്ങൾ അങ്ങനെയാവാം, ഇങ്ങനെയാകാം. ഇനിയും അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അനൗൺസ് ചെയ്യാം. പറഞ്ഞോളൂ. ഞാൻ വിളിക്കാം. യെസ്, ഒന്ന് കൈ കാണിക്കാം കേട്ടോ, ആരൊക്കെയാണെന്ന്. നസീമ അലി, ജാനകി പവിത്രൻ, വരട്ടി ആൻഡ് ദി തേർഡ് വൺ നസീമ കെക്കി. അങ്ങനെ 3 പേര് ഇതിൽ നിന്നും അടുത്ത റൗണ്ടിലേക്ക് കയറി കഴിഞ്ഞു. ബാക്കിയുള്ളവരും എല്ലാം പെർഫെക്റ്റ്ലി നന്നായിട്ട് ചെയ്തവർ തന്നെയാണ്. പക്ഷേ അറിയാലോ, അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മത്സരത്തിന് എല്ലാവർക്കും സമ്മാനമുണ്ട് കേട്ടോ. അത് ഗ്രാൻഡ് ഫിനാലയിലായിരിക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ സമ്മാനം എല്ലാവർക്കും ഉണ്ട്. ഈസ്റ്റേൺ ഡേ സ്പെഷ്യലാണ്. ഈസ്റ്റേൺ മധുരം ഓണം സ്പെഷ്യൽ പായസം മിക്സാണ്. ഓക്കെ, അതായത് പരിപ്പ് പായസമുണ്ട്, ഗോതമ്പുണ്ട്, പാലട, എല്ലാം ഇൻസ്റ്റൻറ്റ് മിക്സാണ്. ജസ്റ്റ് 20 to 30 minutes എടുക്കുള്ളൂ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം കെങ്കേമമാക്കുക. പാല് മാത്രം കഴിച്ചാൽ മതി, എളുപ്പമാണ്. ദാറ്റ് ഈസ്, അപ്പോൾ അത് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഈസ്റ്റേൺ മധുരം ഉണ്ടെങ്കിൽ ഓണസദ്യ പെർഫെക്റ്റ്. യെസ്, അങ്ങനെ ഈസ്റ്റേൺ മധുരം പായസ റാണി മത്സരം തീരുന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തു. ഇനി കൂടുതൽ വിശേഷങ്ങൾ, ബാക്കി മത്സര ഭാഗങ്ങളെല്ലാം അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ. Gift sponsored by UTNSL, Slice, Stir and Serve, The Kerala Handlooms, Balarampapuram, Trivandrum, Dr. Lakshmi Nayar's Ornaments Courtesy, Abharanam by Anuradha Nayar, Ace Fort, Trivandrum, Dr. Lakshmi Nayar's Costume Courtesy, The Kerala Handlooms, Balarampapuram, Trivandrum.